നമസ്കാരം. ഇന്ത്യക്കാർ ഇറന്നു വാങ്ങിയ ഒരു ദുരന്തമായിട്ട് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഈ അടുത്ത സമയത്ത് അറിഞ്ഞ ഒരു വാർത്തയാണ്, നമ്മുടെ വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുന്നു. അടുത്ത സമയത്താണ് നീറ്റ് പരീക്ഷ നടത്തിയത്. നമ്മുടെ രാജ്യത്തുള്ള ചെറുപ്പക്കാരിൽ നിന്നും മെഡിക്കൽ എൻട്രൻസിന് യോഗ്യരായവരെ കണ്ടെത്താൻ നടത്തുന്ന ഒരു കലാപരിപാടിയാണ് നീറ്റ് പരീക്ഷ. എന്നാൽ ഈ പരീക്ഷ നടന്നു കഴിഞ്ഞ് ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു, പരീക്ഷ ക്യാൻസലാക്കി. കാരണം ചോദ്യപേപ്പർ ചോർന്നു. ആരാണ് ഈ പരീക്ഷ നടത്തുന്നത്? ഈ പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് സ്ഥാപനമാണ്. ഈ സ്ഥാപനം വന്നത് മുതൽ നീറ്റ് പരീക്ഷയിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥാപനം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയാണ്. അതിനു മുമ്പ് CBSE ആണ്, അതുപോലെ തന്നെ AMS, മറ്റ് പല സ്ഥാപനങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ ചേർന്നാണ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾ നടത്തിയിരുന്നത്. എന്നാൽ അതെല്ലാം കൂടി കൊണ്ടുവന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കൊടുത്തു. അവർ വന്ന ശേഷം പലപ്പോഴും ചോദ്യപേപ്പർ ചോർച്ച. ഇപ്പോൾ 23 ലക്ഷത്തോളം പിള്ളേർ ഇക്കൊല്ലം പരീക്ഷ എഴുതിയെന്നാണ് പറയുന്നത്. 23 ലക്ഷം പിള്ളേർ ഈ പരീക്ഷ എഴുതുന്നത് ഒരു സുപ്രഭാതത്തിൽ പോയി എഴുതുന്നതല്ല. അവരതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർക്കെല്ലാം ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾ ഡോക്ടർമാരാകണമെന്നാണ്. ഇത്രയേറെ ഡോക്ടർമാരുണ്ടായിക്കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അച്ഛനമ്മമാരാണ് ഈ മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടി വിടുന്നത്. അവർ കഷ്ടപ്പെട്ട് പോയെന്ന് പരീക്ഷ എഴുതി, പരീക്ഷ ക്യാൻസലാക്കി. നീറ്റ് പരീക്ഷയ്ക്ക് തോറ്റുപോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള പിള്ളേർ ഒരുപാടുണ്ട്. അത് അച്ഛനമ്മമാരുടെ പ്രഷർ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ശരി, ഇങ്ങനൊരു കലാപരിപാടി ഇവർ നടത്തുന്നുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് നടത്തണോ? അപ്പോൾ ഒരു പരീക്ഷ പോലും നടത്താൻ കെൽപ്പില്ലാത്ത, ശരിയായിട്ട് നടത്താൻ കഴിവില്ലാത്ത ഒരു സർക്കാരിന് രാജ്യം എങ്ങനെ ഭരിക്കാൻ പറ്റും? ഞാൻ ഈ വിദ്യാഭ്യാസ രംഗം തകർന്നു എന്ന് പറയുമ്പോൾ അത് നീറ്റ് പരീക്ഷ കൊണ്ട് മാത്രമല്ല. നിങ്ങൾ മറ്റൊരു വാർത്ത വായിച്ചു കാണും. നമ്മുടെ നാട്ടിൽ നടന്ന CBSE പരീക്ഷാ ഫലത്തിൽ വമ്പൻ ക്രമക്കേട്. രാജ്യമൊട്ടാകെ ഒരുപാട് പരാതികൾ വരികയാണ്. 12ാം ക്ലാസ് പരീക്ഷ, അതിലൊരു പയ്യൻ, വേദാന്ത് എന്ന് പേരുള്ള ഒരു പയ്യൻ, അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ CBSEയുടെ ഡയറക്ടറോ മറ്റോ അവനെ പാകിസ്ഥാനി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. പാകിസ്ഥാനി എന്ന്. കാര്യം അവൻ്റെ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയ വഴി, അവൻ പരീക്ഷ എഴുതിയിട്ട് അവന് കിട്ടേണ്ട മാർക്ക് കിട്ടാതെ വന്നപ്പോൾ അവൻ്റെ ഉത്തരക്കടലാസ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചപ്പോൾ അവനെ പാകിസ്ഥാനി എന്ന് വിളിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് നമ്മുടെ ശത്രുക്കളെങ്കിൽ, അങ്ങനെയാണ് ഒരു വെപ്പെങ്കിൽ, യഥാർത്ഥത്തിൽ പാകിസ്ഥാനികളെന്ന് വിളിക്കേണ്ടത് ഈ BJP പാർട്ടിയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ രാജ്യത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം BJPയും BJPയുടെ ഗവൺമെൻറ്റും ഈ രാജ്യത്തോട് ചേർന്നുള്ള അത്ര ദ്രോഹം വേറെ ആരും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. പാകിസ്ഥാനും ചെയ്തിട്ടില്ല, ചൈനയും ചെയ്തിട്ടില്ല, വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളോട് പറഞ്ഞു തരാം എവിടെയൊക്കെയാണ് നമ്മൾ തകർന്നതെന്ന്. ആദ്യം ശ്രീ നരേന്ദ്രമോദി സർക്കാരും BJPയും തകർത്തത് എന്താണ്? നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന, നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന മതസൗഹാർദ്ദമാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മതമാണെന്ന് ഇവിടുത്തെ പല ജനങ്ങളെയും നരേന്ദ്രമോദി പറഞ്ഞ് പഠിപ്പിച്ചു, വിശ്വസിപ്പിച്ചു. പിന്നെ ഇവിടെ മൂല്യം തകർന്ന രണ്ടാമത്തെ സാധനം എന്താണ്? അത് നമ്മൾ തന്നെയാണ്. മനുഷ്യൻ്റെ വില ഇടിഞ്ഞു. മനുഷ്യനേക്കാൾ വില മറ്റ് 2 ജീവികൾക്ക് കിട്ടി. ഒന്ന് പശു, ഒന്ന് പട്ടി. ഒരു പശുവിനെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിയമ നടപടി നേരിടും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും, ചിലപ്പോൾ നിങ്ങളെ ആൾക്കാരെ തല്ലിക്കൊല്ലും. ഒരു പട്ടി നിങ്ങളെ വന്ന് കടിച്ച് നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ കുത്തിവെപ്പ് എടുക്കണം, എന്നിട്ട് ചത്താലും കുഴപ്പമില്ല. പക്ഷേ പട്ടിയെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിയമ നടപടി നേരിടും. അതുപോലെ തന്നെ നിങ്ങളെ ചിലപ്പോൾ മൃഗസ്നേഹികളെല്ലാം കൂടി ചേർന്ന് തല്ലിക്കൊല്ലാനുള്ള സാധ്യതയുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും, മനുഷ്യന്മാരെക്കാളും മൂല്യം ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ താഴെ പശുവിനും പട്ടിക്കുമാണ്. പിന്നെ മൂല്യം തകർന്നത് എന്തിൻ്റെയാണ്? രൂപയുടെ മൂല്യം തകർന്നു. നിങ്ങൾക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ കള്ളപ്പണം ഇല്ലാതാക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചു. ഒരു സുപ്രഭാതത്തിൽ, അല്ല, ഒരു വൈകുന്നേരമാണ്, ഒരു സന്ധ്യാസമയത്ത് നേരെ വന്നതെന്ന് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രൂപയ്ക്ക് ഇനി ഒരു മൂല്യമില്ല, ഞങ്ങളത് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നിട്ടിപ്പോൾ എന്തായി? രൂപയ്ക്ക് മൂല്യമില്ലാതായി. അന്ന് മുതൽ മൂല്യം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇപ്പോൾ $1 നമ്മൾ 100 രൂപ കൊടുക്കേണ്ട സാഹചര്യത്തിലെത്തി. പിന്നെന്താണ് തകർത്തത്? ആരോഗ്യം. ഇന്ത്യക്കാരുടെ ആരോഗ്യം. അത് ശരിയായിട്ടും തകരാൻ തുടങ്ങിയത് 2019 ശേഷമാണ്. 2019 അല്ലെങ്കിൽ 2020 തുടക്കത്തിൽ WHO എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടന ആഗോള വ്യാപകമായിട്ട് നടത്തിയ കൊറോണ എന്ന് പറയുന്ന തട്ടിപ്പ് മഹാമാരി ഏറ്റവും ഗംഭീരമായിട്ട് കൊണ്ടാടിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഏതാണ്ട് 500-600 പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് അറിഞ്ഞ അതേ സമയത്ത് ശ്രീ നരേന്ദ്രമോദി ഒറ്റ മുന്നറിയിപ്പുമില്ലാതെ രാജ്യം മൊത്തം അടച്ചുപൂട്ടി. രാജ്യം ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് നിശ്ചലമായി. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ
എന്തെല്ലാം ആവശ്യങ്ങൾക്ക് എവിടെയെല്ലാം സഞ്ചരിക്കുന്നവരാണ്. ഇവിടെ നിന്നും പച്ചക്കറി വാങ്ങാൻ തമിഴ്നാട്ടിൽ പോയവർ, ഉത്തർപ്രദേശിൽ നിന്നും ജോലി ചെയ്യാൻ ഡൽഹിയിൽ വന്നവർ, ഡൽഹിയിൽ നിന്നും എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി അടുത്തുള്ള സംസ്ഥാനത്തേക്ക് പോയവർ, ഇങ്ങനെ പലയിടത്തായിട്ട് ആൾക്കാർ ചിതറിക്കിടക്കുകയാണ്. അവരെ അവരുടെ വീട്ടിലെത്താനൊന്ന് അനുവദിച്ചിട്ട് ലോക്ക്ഡൗൺ ആരംഭിച്ചാൽ പോയായിരുന്നു. ഇത്രമാത്രം ഭീകരമായ എന്ത് സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് പോലും ഇവർ ഈ RT-PCR എടുത്ത് ഒന്ന് ഓടി നടന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തേക്കാൾ നരേന്ദ്രമോദി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന സമയത്തേക്കാൾ ഏറെ കൊറോണ രോഗികളെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ വളരെ നിസ്സാരമായ ഒരു പനി, ആ പനിയുടെ പേരിൽ ഈ രാജ്യത്തെ ഒറ്റയടിക്ക് അടച്ചുപൂട്ടാൻ നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രമേ പറ്റൂ. ആ സമയത്ത് എത്ര വ്യക്തികൾ ആ അടച്ചുപൂട്ടൽ മൂലം കൊല്ലപ്പെട്ടു, എത്രയെത്ര ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, എത്രയെത്ര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത ഒരു ഭീകരത ഒരു കാര്യവുമില്ലാതെ നേരിട്ടത് ഇദ്ദേഹത്തിൻ്റെ ആ തീരുമാനം മൂലമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ പിന്നീട് നടന്ന കലാപരിപാടികളാണ് ആരോഗ്യം നശിപ്പിക്കുന്നതിലേക്ക് എത്തിയത്. ഈ രോഗം ഏതാണ്ട് മഹാരോഗമാണെന്ന് ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിച്ച് അതിനുള്ളൊരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി എന്നും TV-യിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ വാർത്തകളൊക്കെ വിട്ട് ആൾക്കാരെ മാനസികമായിട്ട് പരിഭ്രാന്തിയുള്ളവരാക്കി അവർ കണ്ണീ കണ്ട മരുന്നൊക്കെ, ഇതിൻ്റെ പേരിൽ ഒരുപാട് മരുന്നുകൾ ഓരോരോ കള്ള കമ്പനികൾ, അതായത് കൊറോണയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തും വിദേശത്തുമുള്ള കമ്പനികൾ ഒരുപാട് മരുന്നുകൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കി. ഈ മരുന്നുകളൊക്കെ ഇവിടുത്തെ സാധാരണക്കാർ, തലയ്ക്ക് വെളിവില്ലാത്തവർ പോയി വാങ്ങിക്കഴിക്കുകയാണ്. ആ മരുന്ന് കഴിച്ച് എത്രയോ പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി കൊടുത്ത കുത്തിവെപ്പുകൾ, അതായത് കൊറോണ മാറാനെന്ന പേരിൽ കൊടുത്ത റെംഡെസിവിർ പോലെയുള്ള മാരകങ്ങളായിട്ടുള്ള കുത്തിവെപ്പുകളെടുത്ത് എത്രയോ പേർക്ക് രോഗമുണ്ടായി, എത്രയോ പേര് മരണപ്പെട്ടു. കൊറോണ എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം മൂലം നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ആരോഗ്യം നശിക്കാൻ ഏറ്റവും വലിയ കാരണമായിട്ട് മാറിയത് അതിനെ തടയാനെന്ന പേരിൽ അത് കെട്ടണയിക്കൊണ്ടിരുന്നപ്പോൾ കൊടുത്ത കുത്തിവെപ്പാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ആകപ്പാടെയാണ് 10,000 രോഗികളുള്ളപ്പോഴാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ആ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനുമില്ല, മരുന്നുണ്ടാക്കിയ കമ്പനികൾക്കുമില്ല അതിൻ്റെ മേലുള്ള ഉത്തരവാദിത്വം. എടുക്കുന്ന ആൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വം. അങ്ങനെ ആ വാക്സിൻ എടുക്കാൻ പോയി, വാക്സിൻ എടുത്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് എത്ര ചെറുപ്പക്കാർ മരിച്ചു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് കിടപ്പുണ്ട്, ഹൈക്കോടതി കേസ് കിടപ്പുണ്ട്. അതിനുശേഷം അന്ന് തൊട്ട് ഇങ്ങോട്ട് എത്രയോ പേർക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം നിരവധി രോഗങ്ങളുണ്ടാകുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരുടെ ആരോഗ്യം വലിയ തോതിൽ തകർത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് ഫോർട്ടിഫൈ ചെയ്ത അരി, ഫോർട്ടിഫൈ ചെയ്ത പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയിൽ മായം കലർത്തുക, പാലിൽ മായം കലർത്തുക, ഇതെല്ലാം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ മുകളിലാണ് ഇവിടെ വിൽക്കുന്ന മരുന്നുകളിലെ മായം, രോഗം മാറ്റാനായിട്ട് കൊടുക്കുന്ന മരുന്നുകളിൽ തന്നെ മായം. പിന്നെ തകർന്നത് എന്താണ്? സമ്പദ്ഘടന, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത്, ഞാൻ ഇതേക്കുറിച്ച് മുമ്പ് പറഞ്ഞതാണ്, അതായത് മൻമോഹൻ സിംഗ് ഭരിച്ച 10 കൊല്ലം 2004 മുതൽ 2013 വരെയുള്ള പീരീഡും 2014 മുതൽ 2023 വരെ നരേന്ദ്രമോദി ഭരിച്ച പീരീഡും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച 160% മുകളിലായിരുന്നു. അതായത് 2004 നിന്നും 2013 എത്തുമ്പോൾ നമ്മുടെ രാജ്യം GDP-യിൽ 160% വളർന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ 2014 നിന്നും 2023 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം 75% മാത്രമാണ് വളർന്നത്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്തിൻ്റെ പകുതി വളർച്ച പോലും നമ്മുടെ രാജ്യത്തിന് കിട്ടിയില്ല. എന്നിട്ടിപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത, GDP റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് വീണു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയും രൂപയുടെ മൂല്യം പോലെ തന്നെ മുകളിലേക്കല്ല താഴേക്കാണ് നരേന്ദ്രമോദി ഭരണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തകർന്നത് വിദേശ നാണ്യശേഖരം. നമ്മുടെ രാജ്യത്തിന് പെട്രോളിയം പ്രൊഡക്ട്സ് ഇറക്കുമതി ചെയ്യേണ്ടതുകൊണ്ട്, പെട്രോളിയം മറ്റ് ചില സാധനങ്ങളും, പ്രധാനമായിട്ടും പെട്രോളിയമാണ്. പെട്രോളിയം ഇല്ലെങ്കിൽ രാജ്യം ചലിക്കില്ല. അത് ഇറക്കുമതി ചെയ്യേണ്ടതുകൊണ്ട് നമ്മളെപ്പോഴും വളരെ വലിയൊരു കരുതൽ ശേഖരം, ഡോളറിൻ്റെ കരുതൽ ശേഖരം വെക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ വിദേശത്ത് നിന്ന് ഒരുപാട് നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്യാത്ത പണിയൊന്നുമില്ല. എന്നും ഫോറിൻ യാത്രയാണ്. അവിടെ ചെന്ന് അവരെ കാണുന്നു, ഇവരെ കാണുന്നു, അവരോട് പറയുന്നു ഇന്ത്യയിലേക്ക് വരൂ, പണം ഇറക്കൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ കമ്പനികളുടെയൊക്കെ ഷെയറും മറ്റും ഒരുപാട് വിദേശികൾ വാങ്ങി, നല്ല നല്ല കമ്പനികളുടെ ഷെയറൊക്കെ അവർ വാങ്ങിയിട്ട് അതിന് വില കൂടുന്ന സമയത്ത് അവർക്ക് തോന്നുകയാണ് ഇനിയിപ്പോൾ ഇവിടെ പണം ഇട്ട് കഴിഞ്ഞാൽ അത് സേഫല്ല, ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മേപ്പോട്ടല്ല താപ്പോട്ടാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പണം ഇവിടെ കിടക്കുന്നത് റിസ്ക്കാണ് എന്ന് കരുതി അവർ നല്ല സമയം നോക്കി ആ പണം മൊത്തം അങ്ങ് പിൻവലിക്കാൻ തുടങ്ങി. അത് ഈ വർഷമാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായത്. അവരങ്ങനെ പണം പിൻവലിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഡോളറാണ്. അവർ ഡോളറിലാണ് ഇങ്ങോട്ട് പണം ഇടുന്നത്. അപ്പോൾ ഒരുത്തം വന്നിട്ട് $100 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അവൻ്റെ ആ $100 $150 വളരുമ്പോഴാണ് അവൻ പിൻവലിക്കുന്നത്. അപ്പം നമ്മൾ അവന് കൊടുക്കേണ്ടത് $150. നമ്മുടെ കയ്യിൽ നിന്ന് 50 എക്സ്ട്രാ അവന് കൊടുക്കണം.
അവ 100 ഇങ്ങോട്ടിട്ടുള്ളൂ. ഇങ്ങനെ ആയിരക്കണക്കിന് കമ്പനികളും സ്ഥാപനങ്ങളും വ്യക്തികളും പണം പിൻവലിക്കുമ്പോൾ കൊടുത്തല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള കരുതൽ ശേഖരം ഈ വികല നയം മൂലം വിദേശത്തേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ഡോളർ ശേഖരമാണ് കുറയുന്നത്. ആ ഡോളർ ശേഖരം അങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത്. അങ്ങനെ അത് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇറക്കുമതി ചെയ്യാൻ പറ്റാത്തത്. അതായത് പെട്രോളിനും ഗ്യാസിനുമൊക്കെ നമ്മൾ പ്രശ്നം നേരിടുന്നത് ഇറാനിൽ നടക്കുന്ന യുദ്ധം കൊണ്ടല്ല. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾ ഇറാൻ ഇന്ത്യയുടെ പഴയ കാലത്തെ ബന്ധം വെച്ചിട്ട് കടത്തിവിടുന്നുണ്ട്. അവർ തടയുന്നില്ല. പക്ഷേ നമ്മുടെ പക്കൽ കാശില്ല മേടിക്കാൻ. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ നമുക്ക് ഈ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. എന്നാൽ നമ്മുടെ കരുതൽ ശേഖരം ഇങ്ങനെ തീരാതിരിക്കാൻ നല്ല ഒരു വഴി മോദിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞത് മറ്റൊരു ഇന്ത്യയുടെ നയം ഇദ്ദേഹം തകർത്തത് കൊണ്ടാണ്. ആ നയം വിദേശ നയമാണ്. നമ്മുടെ രാജ്യത്തിന് വളരെ അധികം മൂല്യമുള്ള ഒരു വിദേശ നയം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു ചേരിയിലും അംഗമല്ല. അമേരിക്കയും റഷ്യയും ഒക്കെ ചേർന്നാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. നമ്മൾ ഈ 2 ചേരികളിലുമില്ല. നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം. ഞങ്ങൾ ആരുടെയും അടിമയല്ല, ഞങ്ങൾ ആരുടെയും നിയന്ത്രണത്തിലല്ല. ഇതായിരുന്നു നമ്മുടെ നയം. എന്നാൽ ശ്രീ നരേന്ദ്രമോദി വന്നപ്പോൾ ഈ നയം എടുത്ത് കടലിൽ കളഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയെ അമേരിക്കയുടെ അടിയാളനാക്കി മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഇറാനിൽ നിന്നും പെട്രോളിയം ഇറക്കുമതി ചെയ്യുമായിരുന്നു. ഇറാൻ വളരെ വലിയ പെട്രോളിയം ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ്, നമുക്കറിയാം. അവിടെ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് ഡോളർ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ വളരെയധികമായിട്ട് ബാസ്മതി അരി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ബാസ്മതി അരി വളരെയധികമായിട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് അവർ ബാസ്മതി അരി വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ പക്കൽ നിന്നും ബാസ്മതി അരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പകരം നമുക്ക് ഇങ്ങോട്ട് പെട്രോളിയം തരും. ഇത് രണ്ടും ഡേ ടു ഡേ കൺസംഷനുള്ള സാധനങ്ങളാണ്. അതായത് പെട്രോളിയം ആയാലും ശരി, അരി ആയാലും ശരി, എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. എന്നാൽ നരേന്ദ്രമോദി അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് പോയതോടെ അമേരിക്ക പറയുന്നതിനപ്പുറമോ പോകാൻ പറ്റാത്ത ഒരു കുടുക്കിൽ അദ്ദേഹം പെട്ടു. അമേരിക്ക പറഞ്ഞു, നിങ്ങൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങരുത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മൻമോഹൻ സിംഗ് ആണ് ഇരിക്കുന്നതെങ്കിൽ മൻമോഹൻ സിംഗ് അവർ പറയുന്നത് കേട്ട ഭാവം പോലും നടിക്കില്ല. അദ്ദേഹം 2 കപ്പൽ എണ്ണയാണ് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരു 10 കപ്പൽ അയച്ചേക്കാൻ പറഞ്ഞു. അതായിരുന്നു മൻമോഹൻ സിംഗ്. എന്നാൽ നരേന്ദ്രമോദി അമേരിക്ക പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ 2019 മുതൽ നമ്മൾ ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല. ഇറാനിൽ നമ്മൾ ആ സമയം മുതലേ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ വിദേശ നാണ്യ ശേഖരം എത്ര സ്ട്രോങ് ആയിരിക്കുമായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഇറാൻ മാത്രമല്ല, റഷ്യയുമായിട്ട് നമുക്ക് ഡീലുണ്ട്. റഷ്യയുമായിട്ട് റുപ്പി ഡീൽ കൊണ്ടുവന്നത് പോലും ഈ നരേന്ദ്രമോദിയാണ്. എന്നാൽ അവിടെയും അമേരിക്ക ഇടപെട്ടു. അമേരിക്ക പറഞ്ഞു, നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പണി തരും. അവിടെയും അമേരിക്ക പറഞ്ഞത് നരേന്ദ്രമോദി അനുസരിച്ചു. സംഭവിച്ചതെന്താണ്? ഈ 2 രാജ്യങ്ങളിൽ നിന്നും എണ്ണ വലിയ തോതിൽ ഉത്പാദിപ്പിക്കുന്ന ഈ 2 രാജ്യങ്ങളിൽ നമ്മൾ എണ്ണ വാങ്ങാതെ വന്നതോടെ നമുക്ക് ഡോളർ കൊടുത്ത് എണ്ണ വാങ്ങേണ്ട സാഹചര്യമുണ്ടായി. അതിൻ്റെ പിന്നാലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പമാണ് വിദേശത്ത് നിന്നും പണമിറക്കിയ നിക്ഷേപകർ പണം പിൻവലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങിയത്. ഇങ്ങനെയാണ് നമ്മുടെ ഡോളർ കരുതൽ ശേഖരം കുറഞ്ഞ് ശുഷ്കിച്ച് ഇപ്പോൾ നമ്മൾ ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, നിങ്ങൾ ഫോറിൻ ടൂറിന് പോകരുത്, പോയി കഴിഞ്ഞാൽ ഡോളർ ചിലവാകും. അതുപോലെ നിങ്ങൾ വിദേശ ഉത്പന്നങ്ങൾ ഉപയോഗിക്കരുത്, കാരണം അത് ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡോളർ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പെട്രോളും ഗ്യാസും ഒക്കെ വളരെ കുറച്ചേ ഉപയോഗിക്കാവൂ, കാരണം അതും ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഡോളർ കൊടുക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ആരാണ്? ഇവർ തന്നെയാണ്. കാരണം ഇവരുടെ പിടിപ്പുകേട്, ഇവരുടെ അറിവില്ലായ്മ, മൻമോഹൻ സിംഗും മറ്റും തുടങ്ങി വെച്ചിരുന്ന നയങ്ങളിൽ നിന്നുള്ള ഇവരുടെ വ്യതിചലനം. പിന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാൻ നിങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൻ്റെ വളർച്ച നോക്കിയാൽ മതി. തൊഴിലില്ലായ്മ, നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ പണം മുടക്കാൻ പല ആൾക്കാർക്കും ധൈര്യമില്ല. ഇവിടെ പുതിയ നിക്ഷേപങ്ങൾ വരുന്നില്ല, പുതിയ ബിസിനസ്സുകൾ വരുന്നില്ല. ഇവിടെ തന്നെയുള്ള കമ്പനികൾ, അതായത് അദാനി, അംബാനി മുതലായ കമ്പനികൾ കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് അവരിവിടെ റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അത് അവർ കൊണ്ടുചെന്നിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ തൊഴിലവസരം ഉണ്ടാവുകയുള്ളൂ. അവർ ആ പണം മറ്റേതെങ്കിലും സ്ഥലത്ത്, മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക, നമുക്ക് കിട്ടില്ല. അതുമാത്രമല്ല, ശ്രീ നരേന്ദ്രമോദി വന്നപ്പോൾ ചെയ്തൊരു പണി എന്താണ്? അദ്ദേഹം ഈ ചെറുകിട ബിസിനസ്സുകാരെ മൊത്തം അങ്ങ് ഒതുക്കിക്കളഞ്ഞു. അദ്ദേഹം വളർത്താൻ ശ്രമിച്ചത് വലിയ കമ്പനികളാണ്. അതായത് വലിയ കമ്പനികളെ കൂടുതൽ വളർത്താൻ വേണ്ടി അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അവർക്ക് വേണ്ടി നിയമങ്ങളുണ്ടാക്കി. രാജ്യത്തിൻ്റെ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ, അതായത് നമ്മുടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന, സർക്കാരിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന പോർട്ടുകളും മറ്റുമൊക്കെ അദാനിക്ക് കൊടുത്ത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അംബാനിക്ക് വേണ്ടി ചെയ്തറിയാം. ഇങ്ങനെ ഈ വലിയ 2 കമ്പനികളെ വളർത്താൻ വേണ്ടി, എന്നിട്ട് രാജ്യത്തുള്ള കാർഷിക വിഭവങ്ങൾ പോലും മൊത്തം അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിയമം കൊണ്ടുവന്നതാണ്. അത് കർഷകർ സമരം ചെയ്തുകൊണ്ടാണ് നടക്കാതെ പോയത്.
അപ്പോൾ ഇവിടുത്തെ ചെറുകിട ബിസിനസ്സുകാരെ മൊത്തം അങ്ങ് ഇല്ലാതാക്കി വലിയ കമ്പനികളെ മാത്രം വളർത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോൾ സംഭവിച്ചത് ഇവിടെ ചെറുകിട സ്ഥാപനങ്ങൾ കുറഞ്ഞു വന്നു, അങ്ങനെ തൊഴിലവസരങ്ങളും കുറഞ്ഞു. വലിയ കമ്പനിക്കാരൻ ആവശ്യം പോലെ പണമുള്ളതുകൊണ്ട് അവന് കിട്ടുന്ന പണം കൊണ്ടുവന്നിട്ട് അവൻ വിദേശത്ത് മുടക്കി അവിടെയും ലാഭം ഉണ്ടാക്കുകയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ചെറുകിട ബിസിനസ്സുകാർക്ക് വേണ്ട സഹായങ്ങൾ ഈ സർക്കാർ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ധാരാളം ചെറുകിട ബിസിനസ്സുകൾ വളരുകയും നമ്മുടെ രാജ്യത്ത് ബിസിനസ്സുകാർ തമ്മിൽ നല്ല മത്സരം ഉണ്ടാവുകയും നമുക്ക് വില കുറച്ച് നല്ല സേവനങ്ങളും ഉത്പന്നങ്ങളും കിട്ടുകയും ഒപ്പം തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ധാരാളമായിട്ട് ജോലി കിട്ടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ തമാശയ്ക്കുണ്ടാക്കിയ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നേർചിത്രമാണ് കാണിക്കുന്നത്. 1-2 ദിവസം കൊണ്ട് 2 കോടിയിലധികം ഫോളോവേഴ്സ് അവർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ചെറുപ്പക്കാർ ഇവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത്. അതായത് നീറ്റ് പരീക്ഷ തകർന്നു, അത് മാറ്റിവെച്ചു, അതിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. ഇപ്പോൾ +2 പരീക്ഷ നടത്തി, അതിൻ്റെ ഇവാലുവേഷനും എല്ലാം കുഴപ്പമായിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അടിമുടി താറുമാറായി തകർന്നു കിടക്കുകയാണ്. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ ശരിയായ ദിശയിൽ പൊയ്ക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു. അവിടെ നിന്നും ഇദ്ദേഹം വന്ന് ഭരണം തുടങ്ങി ഇപ്പോൾ എല്ലാം പിടിവിട്ട് പോയി കിടക്കുന്ന ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. ഇനി ഈ സർക്കാരിനെ മാറ്റി മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരാമെന്ന് നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് എന്ന് വിചാരിക്കുകയും ചെയ്യുക. ഇവർ ചെയ്തു വെച്ച ഈ കുഴപ്പങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇനി എത്ര വർഷം എടുക്കുമെന്നറിയാം. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇന്നില്ലാതായി പകരം പുതിയൊരു സർക്കാർ നിലവിൽ വന്നാൽ ആ സർക്കാർ എത്ര വർഷം അധ്വാനിച്ചാലാണ് ഇന്ത്യയെ ആ പഴയ നിലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രമേൽ സമസ്ത മേഖലകളിലും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തന്നെ പുതിയ സർക്കാരിന് വർഷങ്ങൾ വേണ്ടി വരും. എന്തായാലും ശരി, എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വിഷമവുമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും തിരഞ്ഞെടുത്ത സർക്കാരാണ്. അതുകൊണ്ട് അവർക്ക് അർഹിക്കുന്നത് അവർക്ക് കിട്ടി. അതങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.